നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ബി വി അരുൺ ഉണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും 2 മണി വരെയുള്ള ഒരു കാത്തിരിപ്പാണ് മലയാളികൾ ഒന്നാകെ. അരുണൊക്കെ നേരത്തെ ഇത്തരത്തിൽ ഈ ടിക്കറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഭാഗ്യം വിട്ടുപോയ ഒരാളാണ്. ഇത്തവണ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? എന്തായാലും 2 മണിക്ക് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ? ഇപ്പോഴും എടുത്തിട്ടുണ്ട്. ഏതായാലും 2 മണിക്ക് നറുക്കെടുപ്പ് 12 കോടിയുടെ ഒന്നാം സമ്മാനമാണ്. 2ാം സമ്മാനം 1 കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കുമുണ്ട്. 3ാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്കുമുണ്ട്. 4ാം സമ്മാനം 3 ലക്ഷം വീതം 5 പരമ്പരകൾക്കും, 5ാം സമ്മാനം 2 ലക്ഷം വീതം 5 പരമ്പരകൾക്കും ലഭിക്കും. ഇത് കൂടാതെ 5000, 1000, 500, 300 രൂപയുടെ ഉൾപ്പെടെ 3,32,000 സമ്മാനങ്ങളാണ് നൽകുന്നത്. ഇത്രയധികം സമ്മാനങ്ങളുണ്ട്. 300 രൂപയുടെ ടിക്കറ്റാണ്. ഒരു ടിക്കറ്റ് 300 രൂപ. അതുകൊണ്ട് തന്നെ ഓണം ബമ്പർ പോലെ തന്നെ ആളുകൾ വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ബമ്പർ ടിക്കറ്റാണ് പൂജയുടേതും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആഘോഷിക്കും. സാധാരണ ധനമന്ത്രിയൊക്കെ പങ്കെടുത്ത്, അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ പങ്കെടുത്ത് ആഘോഷമായാണ് ബമ്പറുകളുടെ നറുക്കെടുപ്പ് നടക്കാറുള്ളത്. ഇത് അതുണ്ടായില്ല. നേരിട്ട് നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. 2 മണിക്ക് നറുക്കെടുപ്പ് ആരംഭിക്കും. എല്ലാവരെയും പോലെ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും. ഈ ബമ്പർ ടിക്കറ്റ് സ്വാഭാവികമായും എല്ലാവരെയും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാണ്. ഇത്രയധികം സമ്മാനങ്ങളുള്ളത് തന്നെ വലിയ രീതിയിൽ ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുമുണ്ട്. കൃത്യമായ കണക്ക് നോട്ടറി ഡയറക്ടർ ഇത്ര ടിക്കറ്റ് വിറ്റുപോയെന്ന കണക്ക് അല്പസമയത്തേക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ആളുകൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലോട്ടറി കൊണ്ട് രക്ഷപ്പെട്ട ജീവിതങ്ങളുണ്ട്. ലോട്ടറി ടിക്കറ്റ് വിറ്റ് കഴിയുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അവരെല്ലാം വലിയ പ്രതീക്ഷ തന്നെയാണ്. ടിക്കറ്റ് ലോട്ടറി അടിക്കുന്നവർക്ക് മാത്രമല്ല, ടിക്കറ്റ് വിൽക്കുന്നവർക്കും അതിന്റെ സമീകരിച്ചെടുക്കുന്നവർക്കും ഒക്കെ വലിയ പ്രതീക്ഷ തന്നെയാണ്. അവർക്കുമൊക്കെ ഒരു ലക്ഷം ടിക്കറ്റ് കൊണ്ട് അവരുമൊക്കെ അവരുടെ ജീവിതം മാറുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രിയ അരുൺ, അതേപോലെ തന്നെ ഈ എല്ലാ തവണ നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിലുള്ള ബമ്പറുകൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ആ ദിവസം, അതായത് ഇന്നാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു ഓട്ടം ഉണ്ടാകും ആളുകൾക്ക് ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അത്തരത്തിലൊരു ഓട്ടം തിരുവനന്തപുരത്ത് ഉണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരത്ത് ശക്തമായ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ തിരക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. സമയത്തിനകം ഈ അവസാന മണിക്കൂറുകളിലാണ് കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത്. പലരും ഈ നമ്പറൊക്കെ നോക്കി, ഭാഗ്യ നമ്പറും അതുപോലെ തന്നെ അടിക്കാൻ സാധ്യതയുള്ള നമ്പർ, നേരത്തെ ഒക്കെ അടിച്ചിട്ടുള്ള നമ്പറുകളൊക്കെ കൃത്യമായി നോക്കി വെച്ച് അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്. അല്ലാതെ റാൻഡമായി എടുത്തു പോകുന്ന ആളുകളുമുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ ഇനി അവസാന മണിക്കൂറുകളിൽ എടുക്കാൻ നിൽക്കും. ഓണബമ്പറിന്റെ കാര്യത്തിൽ അവസാന മണിക്കൂർ ടിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുപോയിരുന്നു. ഒരു ടിക്കറ്റ് പോലും കിട്ടാതെ പല ആളുകളും മടങ്ങിപ്പോകും നമ്മളന്ന് കണ്ടിരുന്നു. ഇന്ന് അത്രയൊരു സാഹചര്യം ഉണ്ടോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ വ്യക്തത വരും. ഏതായാലും വലിയ രീതിയിൽ ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. അതിന് കൃത്യമായ കണക്കും ഇനിയുള്ള മണിക്കൂറുകളിലും ഏജന്റുമാരുടെ കയ്യിലൊക്കെ ടിക്കറ്റ് ബാക്കിയുണ്ടാകും. അത് എടുക്കാനുള്ള തിരക്ക് അവസാന മണിക്കൂറുകളിലും ഉണ്ടാകും. ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഭാഗ്യവതിയെ കാത്തിരിക്കുകയാണ്. 2 മണിയോടുകൂടി കൃത്യം അറിയാം ആരായിരിക്കും ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി. ആർക്കാണ് ആ 12 കോടി ലഭിക്കുക? ആരാണ് ആ കോടീശ്വരി എന്ന കാര്യം നമ്മൾ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാലും മതി. കൃത്യമായി ന്യൂസ് 18 ആ ഒരു സമയം പ്രേക്ഷകരിലേക്ക് ആ വാർത്ത, വിവരങ്ങൾ, ആ നമ്പറുകൾ കൃത്യമായി എത്തിക്കും. ഞങ്ങൾക്കൊപ്പം തുടരുക.